ഈ ബെർണോളി ഇക്വേഷൻക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ക്യൂബ്. ഇതൊരു ബെർണോളി ഇക്വേഷൻ ആണല്ലേ, കാരണം എക്സ് ഇൻറ്റു വൈ ഡാഷിന്റെ കോഷ്യൻ ആയിട്ട് ഒരു പി ഓഫ് എക്സ് വന്നു പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ക്യൂബ് എന്നുള്ള രീതിയിൽ ഒരു ബെർണോളി ഇക്വേഷന്റെ ജനറൽ ഫോം എന്തായിരുന്നു? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു എൻ. ഇവിടെ എന്താണ് എൻ എത്രയാണ്? എൻ ഈക്വൽ ടു 3 ആയിട്ടുള്ള കേസാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിൽ അല്ലെ വൈ റൈസ് ടു എൻ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. റൈറ്റ് സൈഡിൽ ക്യൂ ഓഫ് എക്സ് മാത്രമായിട്ട് ഇതാക്കണം. അപ്പൊ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇതിനെ ഇവിടെ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണുള്ളത് അല്ലെ. ഇവിടെ നമ്മളെ ഇതിൽ എന്തായിരുന്നു? ബെർണോളി ഇക്വേഷനിൽ ഡി വൈ ബൈ ഡി എക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ജനറൽ ഫോമിൽ. അപ്പൊ ഈ ജനറൽ ബെർണോളി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ള രീതിയിലാക്കണമെങ്കിൽ എന്താക്കണം? എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താവും? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ബൈ എക്സ് ഈക്വൽ ടു വൈ ക്യൂബ് എന്നുള്ള രീതിയിലാവും അല്ലെ. അപ്പോൾ ഇതിപ്പോ സ്റ്റാൻഡേർഡ് ബെർണോളി ഇക്വേഷന്റെ രൂപത്തിലായി വിത്ത് എൻ ഈക്വൽ ടു 3 എന്നുള്ള രീതിയിൽ. ഇനി എന്ത് ചെയ്യാം? ഈ വൈ ക്യൂബ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ത്രൂ ഔട്ട് ഈ ഒരു മൊത്തം ഫംഗ്ഷൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? വൈ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താവും? വൈ റൈസ് ടു -3 ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ഓൾറെഡി ഒരു വൈ ഉണ്ട്, വൈ ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൈ റൈസ് ടു -2 ഇൻറ്റു എക്സ് റൈസ് ടു -1 ഈക്വൽ ടു 1 എന്നാവും. ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം? വൈ റൈസ് ടു -2 എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം? സെഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം. അതായത് ഇവിടെ n ഈക്വൽ ടു എത്രയാണ്? 3 ആണ്. നമ്മൾ ഇതിനായിരുന്നു വൈ റൈസ് ടു 1 - n ഈക്വൽ ടു z എന്നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് അല്ലെ, z. അപ്പോൾ ഇവിടെ n 3 ആയതുകൊണ്ട് എന്താണ്? വൈ റൈസ് ടു -2 ഈക്വൽ ടു z എന്ന് കൊടുക്കുക. അപ്പൊ എന്താവും? ഈ ഒരു ഇക്വേഷൻ 2 ഇൻറ്റു വൈ റൈസ് ടു -3 ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി എക്സ് എന്ന് വരും. അതായത് വൈ റൈസ് ടു -3 ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? -1/2 ഡി സെഡ് ബൈ ഡി എക്സ് കിട്ടും. ഇത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? നമ്മുടെ ഈ ഗിവൺ ഇക്വേഷനിൽ. ഇതിലെ ഫസ്റ്റ് ടൈം അതാണല്ലോ, വൈ റൈസ് ടു -3 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? -1/2 ഡി സെഡ് ബൈ ഡി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഫസ്റ്റ് ടൈം. അപ്പൊ ഈ ഇക്വേഷൻ 1 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഫസ്റ്റ് ടൈം എന്താവും? -1/2 ഡി സെഡ് ബൈ ഡി എക്സ് പ്ലസ് വൈ റൈസ് ടു -2 എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ഇസെഡ് ആണ്. അപ്പൊ അതിന് പകരം ഇസെഡ് എക്സ് റൈസ് ടു -1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ഡി സെഡ് ബൈ ഡി എക്സ് മൈനസ് ഈ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം 2z ബൈ എക്സ് ഈക്വൽ ടു -2 എന്ന് വരും. ഇവിടെ പി ഓഫ് എക്സ് എന്താ വരുന്നത്? -2 ബൈ എക്സ് വരും. ആർ ഓഫ് എക്സ് എന്താണ്? -2. ലീനിയർ ആണ്. ഏതില്? സെഡില് ലീനിയർ ആണ്. അപ്പൊ നമ്മുടെ പഴയ ഫോമിലേക്ക് മാറി. ഇനി പി ഓഫ് എക്സും ആർ ഓഫ് എക്സും കാണുക, എന്നിട്ട് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അതിന്റെ സൊല്യൂഷനിൽ കൊടുക്കുക. അപ്പൊ എന്താണ്? z ഈക്വൽ ടു ഇ ടു ദ പവർ 2ln mod x ഇൻറ്റു -2 ഇൻറ്റു ഇന്റഗ്രൽ ഇ ടു ദ പവർ -2ln mod x dx പ്ലസ് സി എന്ന് വരും. ഈ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2x പ്ലസ് സി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഈ കിട്ടിയേക്കുന്നത് എന്താണ്? ഇസെഡിന്റെ വാല്യൂ ആണ്. ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ റൈസ് ടു -2 ഈക്വൽ ടു 2x പ്ലസ് സി എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ y എന്താണ്? രണ്ട് ഭാഗത്തും സ്ക്വയർ അല്ലെ. എന്ത് ചെയ്താൽ മതി? വൈ റൈസ് ടു അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? വൈ റൈസ് ടു -2 ഈക്വൽ ടു 2x പ്ലസ് സി എക്സ് സ്ക്വയർ കിട്ടി. ഇതിൽ നമുക്ക് y കണ്ടുപിടിക്കാൻ പറ്റും.